മലബാറിലെ 3 കോർപ്പറേഷനുകൾ എടുത്തു നോക്കുമ്പോൾ കണ്ണൂരിലാണ് ഏറ്റവും കുറവ് പോളിംഗ് എന്ന് മനസ്സിലാക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ മറ്റിടങ്ങളിലെ പോളിംഗ് എങ്ങനെയാണ്? ധന്യ, ഇപ്പോൾ കണ്ണൂർ കോർപ്പറേഷന്റെ പോളിംഗ് ശതമാനം ഉയരുന്നുണ്ട്. നേരത്തെ നമ്മൾ ഉച്ചയ്ക്ക് 1 മണിക്കൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ 50% പോളിംഗ് ശതമാനം ഉയർന്നിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരപ്രകാരം 62% എത്തിയിരിക്കുന്നു. കഴിഞ്ഞ തവണ അത് 72.48 ആണ് കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനം ഉണ്ടായിരുന്നത്. ഇപ്പോൾ 1.5 മണിക്കൂർ കൂടി ബാക്കിയിരിക്കെ 62% ഉയർന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ തവണത്തെ അതേ നിലയിലേക്ക് തന്നെ പോളിംഗ് ശതമാനം എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത്. മൊത്തത്തിൽ കണ്ണൂർ ജില്ലയിൽ 70% പോളിംഗ് നില എത്തിയിരിക്കുന്നു. കഴിഞ്ഞ തവണ അത് 78.48% കഴിഞ്ഞ തവണത്തെ ജില്ലയിലെ മൊത്തമുള്ള പോളിംഗ് ശതമാനം. അതേ നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ ഇത്തവണയും എത്തുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിൽ വലിയ മാറ്റങ്ങളില്ലാതെ ഏറിയോ കുറഞ്ഞോ ചെറിയ മാറ്റത്തിൽ മാത്രം നിൽക്കും എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഒരു വിലയിരുത്തൽ. പക്ഷേ ഇപ്പോൾ പൊതുവെ പോളിംഗ് എല്ലാ സ്ഥലത്തും മന്ദഗതിയിലാണ്. ആൾക്കാർ വളരെ കുറവായിട്ടുള്ളൊരു സാഹചര്യമാണെന്നുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മയ്യിൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള മയ്യിൽ ഗ്രാമപഞ്ചായത്തിലുള്ള 6-7 വാർഡുകളിലാണ്. ഈ 2 വാർഡുകളിലും വലിയ കാര്യമായ തിരക്കുകളൊന്നുമില്ല. ഗ്രാമപ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ രാവിലെ തന്നെ വോട്ട് ചെയ്ത് പോയിട്ടുണ്ടാകുമെന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. വലിയ അനിഷ്ട സംഭവങ്ങളൊന്നുമില്ലാതെ ഈ തെരഞ്ഞെടുപ്പ് കണ്ണൂരിലേക്ക് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഏകദേശം 1025ഓളം ബൂത്തുകൾ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഉൾപ്പെടെ വളരെ സുരക്ഷ ഉൾപ്പെടുത്തിയൊരു മേഖലയായിരുന്നു കണ്ണൂർ ജില്ലയിലുണ്ടായിരുന്നത്. അതിനകത്ത് ഇതുവരെ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള വലിയ അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് നഗരസഭകളിൽ പരിശോധിക്കുകയാണെങ്കിൽ നഗരസഭ ആന്തൂരാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പോളിംഗ് കാഴ്ചവെക്കുന്ന ഒരു നഗരസഭയുള്ളത്. ഇത്തവണയും ആന്തൂർ തന്നെയാവും ഈ പോളിംഗ് ശതമാനത്തിൽ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുക. കാരണം 80% മുകളിലേക്ക് ഇപ്പോൾ തന്നെ ആന്തൂരുള്ള പോളിംഗ് ശതമാനം ഉയർന്നു കഴിഞ്ഞു. CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വീട് ഉൾപ്പെടുന്നതാണ് ആന്തൂർ നഗരസഭ. അവിടുത്തെ പോളിംഗ് ശതമാനം 80% മുകളിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ. ധന്യ. ശരി ബിജീഷ്.